ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഗ്രീൻ പീസ് കറിയുടെ റെസിപ്പിയാണ്. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഗ്രീൻ പീസ് കറി. ഉണ്ടാക്കാനും വളരെ ഈസിയാണ്. ഇത് നമുക്ക് എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റും. പൂരി, ചപ്പാത്തി, അപ്പം, ഇടിയപ്പം, പൊറോട്ട എല്ലാത്തിൻ്റെ കൂടെ പോകുന്ന നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഗ്രീൻ പീസ് കറിയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഗ്രീൻ പീസ് കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ അതാ നമ്മുടെ ഗ്രീൻ പീസ് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് 1 കപ്പ് ഗ്രീൻ പീസാണ്. ഇത് ഞാൻ ഇന്നലെ വെള്ളത്തിലിട്ട് കുതിർത്തതാണ്. ഗ്രീൻ പീസ് ഒരു 8 മണിക്കൂറേലും നന്നായിട്ട് കുതിർക്കണം. അപ്പോഴാണ് നമ്മുടെ ഗ്രീൻ പീസ് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വരുന്നത്. 1 കപ്പാണ്. ഇത് രാവിലെ നന്നായിട്ട് കഴുകിയെടുത്തു. ഇനി നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഇതാ ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട്. നമുക്ക് കുക്കറിലേക്ക് നമ്മുടെ ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ ഉരുളക്കിഴങ്ങാണ്. ഉരുളക്കിഴങ്ങ് ഞാൻ ക്യൂബായിട്ട് കട്ട് ചെയ്തേക്കുവാണ്. ഇത് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷെ ചേർത്താലും ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാകും. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഗ്രീൻ പീസ് വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഗ്രീൻ പീസ് മുങ്ങി കിടക്കുന്ന അത്രയും വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇനി നമുക്ക് കുക്കർ അടച്ചു വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കാം. ഒരു 5-6 വിസിൽ മതിയാകും. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഗ്രീൻ പീസിന് വേവിനനുസരിച്ച് വിസിലിൻ്റെ എണ്ണത്തിൽ വ്യത്യാസം വരുത്തണം. ഇപ്പോൾ അത് ഒരു 6 വിസിൽ വന്നു. ഞാൻ തീ ഓഫ് ചെയ്തു. ഇനി നമുക്ക് പ്രഷർ പോകാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കുറച്ച് സവാളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ആ പാത്രം ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലകൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം, സവാള പെട്ടെന്ന് വഴന്നു വരാൻ വേണ്ടിയിട്ട്. ഇനി സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ചെറുതായിട്ടൊരു ഗോൾഡൻ കളർ ആകണം, അതുവരെ വഴറ്റി കൊടുക്കുക. ഇപ്പോൾ അതാ നോക്കിയാൽ നമ്മുടെ സവാള നന്നായിട്ടൊന്ന് വഴന്നു വന്നിട്ടുണ്ട്. ചെറുതായിട്ടൊരു കളർ ചേഞ്ച് ഒക്കെ ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതിൽ മുളക് പൊടിയൊന്നും ചേർക്കണില്ല, പച്ചമുളകിൻ്റെ എരിവാണ് വേണ്ടത്. അത് കാരണം നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണത്തിൽ വ്യത്യാസം വരുത്തണം. ഞാനിവിടെ ഒരു 4 പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചെടുത്തത്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചച്ചവ നന്നായിട്ട് മാറിക്കെട്ടണം. അപ്പം ഞാൻ തീ കുറച്ചാണ് വച്ചേക്കണത്. ഇപ്പം അതാ നമ്മുടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചച്ചവ മാറിയിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. തക്കാളി നന്നായിട്ടൊന്ന് വെന്തുടയണം. സവാളയുടെ കൂടെ നന്നായിട്ടൊന്ന് യോജിച്ച് വരണം. അതുവരെ വഴറ്റി കൊടുക്കുക. തക്കാളി നന്നായിട്ട് വെന്തുടയുന്ന സമയം കൊണ്ട് നമുക്കൊരു അരപ്പ് തയ്യാറാക്കി എടുക്കാം. അരപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. പെരിഞ്ജീരകം എന്ന് പറയുമ്പോൾ വലിയ ജീരകം, ഫെന്നൽ സീഡ്സ് ആണ്. ഇത് രണ്ടും കൂടെ നമുക്കൊരു മിക്സി ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പം ഞാനിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇതാ നമ്മുടെ അരപ്പിവിടെ റെഡിയാണ്. ഇതിവിടെ ഇരിക്കട്ടെ. അപ്പോൾ അത് നോക്കിയാൽ നമ്മുടെ സവാളയും തക്കാളിയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് വന്നിട്ടുണ്ട്. തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട്. ഇനി തീ കുറച്ച് വയ്ക്കുക. നമുക്ക് കുറച്ച് പൊടികൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് പൊടികൾ മാത്രമേ ചേർക്കുന്നുള്ളൂ. കുറച്ച് മല്ലിപ്പൊടി, അതേപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി. നമുക്കൊരു 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് ഇളക്കി കൊടുക്കണം. പൊടികൾ കരിഞ്ഞു പോകാൻ പാടില്ല. ഇപ്പോൾ 1 മിനിറ്റോളം ഒന്ന് ഇളക്കി കൊടുത്തു.
പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം. നമ്മൾ വേവിച്ച് വെച്ച ഗ്രീൻ പീസ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഗ്രീൻ പീസ് അത്യാവശ്യം നന്നായിട്ട് വെന്ത് ഉടയണം. ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ അരപ്പും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. മിക്സി ബൗളിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഞാൻ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് ഇരിക്കും തോറും കുറച്ച് കട്ടിയായിട്ട് വരും. അപ്പം അതിനനുസരിച്ച് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കണം. ഇപ്പം അതാ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. എനിക്കിവിടെ ഉപ്പ് കുറച്ച് കുറവുണ്ട്, കുറച്ചുകൂടി ചേർത്ത് കൊടുക്കുവാണേ. ഇപ്പം അതാ നമ്മുടെ ഗ്രീൻ പീസ് കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അവസാനമായിട്ട് 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയില. അപ്പം നിങ്ങൾക്ക് മല്ലിയില ഇഷ്ടമല്ലെങ്കിൽ അതിന് പകരമായിട്ട് കറിവേപ്പില ആയാലും മതി. നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം അതാ നമ്മുടെ ഗ്രീൻ പീസ് കറി ഇവിടെ സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനി ഞാൻ തീ ഓഫ് ചെയ്യാണ്. ഇത് നമുക്ക് അപ്പത്തിൻ്റെയും ഇടിയപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയും പൂരിയുടെയും പൊറോട്ടയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഗ്രീൻ പീസ് കറിയാണ്. ഉണ്ടാക്കാനും എളുപ്പമല്ലേ? അപ്പം എല്ലാവരും നമ്മുടെ ഗ്രീൻ പീസ് കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങളൊന്നും അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഇനി പുതിയ റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു സോ മച്ച്. ബൈ.